യൂട്യൂബേഴ്സിൻ്റെ സ്വപ്നം തന്നെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാൻ പോകുന്ന ഒരു അപ്ഡേറ്റാണ് ഇന്ന് പറയുന്നത്. കാരണം ഈ ഒരു മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പിന്നീട് ഒരിക്കലും യൂട്യൂബിൽ വീഡിയോ ചെയ്യൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. യൂട്യൂബ് സർക്കംവെൻഷൻ പോളിസി എന്ന് പറയുന്ന പുതിയ പോളിസി വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള വയലേഷൻസ് ചെയ്തിട്ട്, അതായത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ആവാം, കമ്പ്യൂട്ടർ ഗൈഡ്ലൈൻ സ്ട്രൈക്ക് ആവാം, ഇതുപോലെ ഏതെങ്കിലും സ്ട്രൈക്കുകൾ കണ്ടിന്യൂസ് വാങ്ങിച്ചിട്ട് ചാനൽ ടെർമിനേറ്റ് ആയിട്ട് പോയാൽ, ഇങ്ങനെ ടെർമിനേറ്റ് ആയിട്ട് പോയിട്ട് കുറേ ആൾക്കാർ എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്ക് മറ്റ് ചാനലുകളുണ്ടെങ്കിൽ അതുകൂടി പോകുമെന്നാണ് യൂട്യൂബ് പറയുന്നത്. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ യൂട്യൂബിൻ്റെ സർക്കംവെൻഷൻ പോളിസി എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ഒരു മിസ്റ്റേക്ക് ചെയ്ത് വരുത്തിയിട്ട് നമ്മളൊരു ചാനൽ അടിച്ചുപോയി, നമുക്ക് വേറെയും ചാനലുകളുണ്ടെങ്കിൽ അതൊക്കെ പോകുന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു നമ്മളെയൊക്കെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള അപ്ഡേറ്റ് തന്നെയാണ്. ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ. അത് കേട്ടപ്പോൾ എനിക്ക് വരെ ചെറിയ ടെൻഷൻ ഉണ്ട്. കാരണം എനിക്കും മറ്റ് ചാനലുകളൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഒന്നിൽ പണി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം പോകുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യം എന്താ പറയുക, യൂട്യൂബ് AI ഒക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ പരിപാടികളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ വീഡിയോ ചെയ്യുന്ന ആളുടെ മുഖവും അയാളുടെ സൗണ്ടും അയാളുടെ പ്രസൻറ്റേഷനൊക്കെ വെച്ചിട്ട് വരെ മനസ്സിലാക്കും എന്നാണ് പറയുന്നത്. പണ്ടൊക്കെ ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണ് ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് ആളുടെ മുഴുവൻ ഡാറ്റ, ഇപ്പോൾ നമ്മുടെ ഞാനിടുന്ന വീഡിയോ എവിടുന്നാണ് ഇടുന്നത്, അതിൻ്റെ IP അഡ്രസ്സ് എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ യൂട്യൂബിൻ്റെ കയ്യിൽ സ്വാഭാവികമായിട്ടും കിട്ടുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റൊരു ചാനൽ തുടങ്ങാൻ പറ്റില്ല എന്ന് മാത്രമല്ല, നിലവിലുള്ള ചാനലുകളെല്ലാം കൂടി അടിച്ചു പോകുന്നതാണ് യൂട്യൂബ് പറയുന്നത്. ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. പിന്നെ ചൈൽഡ് അബ്യൂസ്, അതുപോലെ സ്പാം കണ്ടൻറ്റ്, പിന്നെ പോണോഗ്രഫി, അതായത് സെക്ഷൽ ആയിട്ടുള്ള സാധനങ്ങൾ, ഇതൊക്കെ ഇടുന്നത് ചാനലുകളാണെങ്കിലും ഇതേ പോളിസിയിൽ പെടുത്തിയിട്ട് അങ്ങ് ഡിലീറ്റാക്കി കളയുന്നതാണ് യൂട്യൂബ് പറയുന്നത്. പിന്നെ അതൊന്നും നമുക്ക് വലിയ പ്രശ്നമില്ല. അതിൽ സ്പാം കണ്ടൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യാം. ആക്ച്വലി ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യേണ്ടതല്ല, മറ്റൊരു വീഡിയോ ആയിരുന്നു പ്ലാൻ ചെയ്തത്. ഇങ്ങനെയൊരു പോളിസി വന്നപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചപ്പോൾ അതാദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ശ്രദ്ധിക്കുക എല്ലാവരും, സ്ട്രൈക്ക് വാങ്ങിക്കാതിരിക്കുക. പലർക്കും സ്ട്രൈക്ക് കിട്ടുന്നത് മ്യൂസിക്കിലൊക്കെയാണ്. ഏതെങ്കിലും സിനിമ പാട്ടും മറ്റൊക്കെ എടുത്തിട്ടിട്ട് സ്ട്രൈക്ക് വാങ്ങുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കുക. അത്യാവശ്യമല്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. അതെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മുടേതായ ടോപ്പിക്കും നമ്മുടേതായ കണ്ടൻറ്റുകളും, മ്യൂസിക് അലൗഡ് ആയിട്ടുള്ള മ്യൂസിക് നമുക്ക് പലതും കിട്ടും. ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള മ്യൂസിക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ നിങ്ങൾ ചെയ്യുക. വെറുതെ പണി വാങ്ങാൻ നിൽക്കരുത്. അപ്പോൾ ഇത്ര എനിക്കിന്ന് പറയാനുള്ളത്. അത് സ്ട്രൈക്ക് കിട്ടി, 3 സ്ട്രൈക്ക് കിട്ടി, പണി കിട്ടിയാൽ അതോടുകൂടി ചിലപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് കരിയർ തന്നെ അവിടെ അവസാനിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓരോ അപ്ഡേറ്റ് വരുന്നതാണ്, പുതിയ പുതിയ ഇപ്പോൾ യൂട്യൂബ് ഇങ്ങനെ പല സാധനങ്ങൾ കൊണ്ടുവരും നമ്മളെയൊക്കെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.